കൃത്രിമോ ഒന്നുമില്ല. സത്യസന്ധതയുള്ള ബിസിനസ്. ആര് വന്നാലും എത്ര വേണമെങ്കിലും 15 കിലോ ആണെങ്കിൽ 15 കൊടുക്കും, 10 കിലോ 2 കിലോ ആൾക്കാർ വരുന്നതനുസരിച്ച്. ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുകുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബിസിനസ് തുടങ്ങുക എന്നത് എളുപ്പമാണ്. എന്നാൽ വർഷങ്ങളോളം അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പ്രത്യേകിച്ച് കടുത്ത മത്സരമുള്ള വെളിച്ചെണ്ണ വിപണിയിൽ ഗുണനിലവാരത്തിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാതെ വർഷങ്ങളായി ഒരു ഓയിൽ മിൽ മാതൃകാപരമായി നടത്തിവരുന്ന ഒരു കരുത്തുറ്റ വനിത. തൻ്റെ കഠിനാധ്വാനം കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും ഈ രംഗത്ത് സ്വന്തമായൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത പ്രിയ സംരംഭക. ഇന്നത്തെ ആധുനിക കാലത്തും പരമ്പരാഗതമായ രീതിയിൽ ഒട്ടും ഗുണനിലവാരം ചോർന്നു പോകാതെ ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മില്ലാണ്. പഴയ രീതിയിലുള്ള നിർമ്മാണമായതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇവിടെ തൊഴിൽ നൽകാനും അതിലൂടെ ഒട്ടനവധി കുടുംബങ്ങൾക്ക് തണലാകാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ഓരോ വളർച്ചയ്ക്കും പൂർണ്ണ പിന്തുണയോടെ ഹസ്ബൻഡ് ശ്രീധരൻ ഉണ്ണിത്താൻ സാറും കൂടെയുണ്ട്. ഇവിടെ കൊണ്ടുവരുമ്പോഴേ എൻ്റെ ഹസ്ബൻഡിന് കൊപ്രയുടെ ബിസിനസ്സാണ്. പിന്നെ എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഓയിൽ മില്ല് തുടങ്ങി 10-35 കൊല്ലത്തിൽ കൂടുതലായി തുടങ്ങിയിട്ട് കൊട്ടാരക്കര ഗണപതി കോവിലെ തേങ്ങ നാളികേരം 1,80,000 തൊട്ട് നമ്മൾ പിടിച്ച് ഒരു കോടി കഴിഞ്ഞ വർഷം 1,35 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ പിടിച്ചത്. GST 18 ലക്ഷം രൂപയായി. നമ്മൾ പിന്നെ ഇന്ത്യൻ ടാക്സ് ഉണ്ട്, ടാക്സും എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉണ്ട്, ബില്ലും ഉണ്ട്. നമ്മൾ തേങ്ങ എടുക്കും, കായംകുളം, കരുനാപ്പള്ളി, ഓച്ചറ എല്ലാം പോയി തേങ്ങ നമ്മുടെ വണ്ടിയും ജോലിക്കാരോടെ പോയി എടുത്തോണ്ട് വരും. എടുത്തോണ്ട് വന്ന് ഇവിടെ കൊണ്ടിട്ടിട്ട് ജോലിക്കാരെ കൊണ്ട് പൊതിപ്പിച്ച് അത് ഉടച്ച് തേങ്ങ പൊളിച്ച് ഉടച്ച് കൊപ്രയാക്കി. പിന്നെ കറണ്ട് ഉണങ്ങുന്ന മെഷീനുണ്ട്, അല്ലാതെ വിശപ്പരയിൽ നെറ്റിനകത്ത് ഉണങ്ങുന്ന കോപ്പരയുണ്ട്, അതിൽ ഉണങ്ങി കൊപ്രയാക്കിയതിന് ശേഷം വിശപ്പരയെ കയറ്റി ഉണക്കിയിട്ട് ഒരു ട്രിപ്പ് കഴിയുമ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ടയറിൽ കയറ്റി അത് ഉണക്കി അത് ഉണക്കാവുമ്പോൾ വാരി നിറച്ച് ചാക്കി വെച്ചിട്ട് സെയിൽസ് ചെയ്യുക. ഇവിടെ ആട്ടാനെടുക്കുക, ടയറി വാരി ഇടുക, ആള് കയറി അരിയുക. അരിഞ്ഞു കഴിയുമ്പോൾ ഒരു ജോലിക്കാരൻ നിന്നത് വാരി മെഷീന് കയറ്റി ആട്ടി കൊപ്ര ടാങ്ക്, കിണർ പോലുള്ള കുഴിയുണ്ട്, അതിനകത്ത് ടാങ്ക് കെട്ടിയിട്ടുണ്ട്, അതിൽ വീഴും. അത് നിറയുമ്പോൾ മോട്ടർ അടിച്ച് ടാങ്കിൽ കയറ്റും. ടാങ്കിൽ നിന്ന് അത് പാല് തുറക്കുമ്പോൾ അടുത്ത ടാങ്കിൽ പോവും. നമ്മൾ കൊപ്ര കൊടുക്കാനായിട്ട് ഉണക്കി വെച്ചേക്കുന്നത്. വേണ്ടുന്നവർ വന്ന് ചോദിച്ചാൽ നമ്മൾ തൂക്കി കിലോയ്ക്ക് ഇത്ര രൂപ വെച്ച് നമ്മൾ കൊടുക്കും. മഴയായാലും കൊപ്ര ഉണക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. ഇത് നമ്മൾ കോപ്പരയാണ്, ഇതിനകത്ത് മേളിലെ ഇരുമ്പിന്റെ നെറ്റ് അടിച്ചേക്കുവാണ്. നമുക്ക് കൊപ്ര ഇട്ടിട്ട് അടിയിൽ തീ കൊടുത്ത് ചൂടാക്കിയെടുക്കും കൊപ്ര ഉണങ്ങുന്നതിന്. വെളിച്ചെണ്ണ വേണ്ടുന്നവർക്ക് ഇവിടെ വന്ന് കണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ മേടിക്കാൻ യാതൊരു മായമോ ഒരു കൃത്രിമോ ഇല്ല. ആര് വന്നാലും എന്ത് സാധനം വേണമെങ്കിലും, തേങ്ങയുടെ കൊപ്ര വേണോ, തേങ്ങ വേണോ, വെളിച്ചെണ്ണ വേണോ, തൊണ്ട് വേണോ, എന്ത് വേണമെങ്കിലും, പിണ്ണാക്ക എല്ലാം ഉണ്ട്. വരുന്നവർക്ക് നമ്മൾ എന്ത് സാധനം കൊടുക്കും. നമ്മുടെ വീട്ടിൽ വന്ന് കൊണ്ടുപോകണം. നമുക്ക് കൊണ്ട് കൊടുക്കാനും എടുക്കാനും ആളില്ല. കുപ്പി കണക്കിന് നിറച്ച് പുറത്ത് കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചോണ്ട് പോയി. ഒരു കൃത്രിമോ ഒന്നുമില്ല. സത്യസന്ധതയുള്ള ബിസിനസ്. ആര് വന്നാലും എത്ര വേണമെങ്കിലും 15 കിലോ ആണെങ്കിൽ 15 കൊടുക്കും, 10 കിലോ 2 കിലോ ആൾക്കാർ വരുന്നതനുസരിച്ച് സാധനങ്ങൾ കൊടുക്കും. 30 കിലോയുടെ 1 കിലോയുടെ 1/2 കിലോയുടെ ബോട്ടിലുണ്ട്, 2 കിലോയുടെ കന്നാസുണ്ട്. നമ്മൾ തൂക്കി കൊടുക്കാൻ. അങ്ങനെ നമ്മളെവിടെ ആർക്ക് വേണമെങ്കിലും എന്ത് സാധനം വേണമെങ്കിലും നമ്മൾ കൊടുക്കും.